ഹായ് ഫ്രണ്ട്സ്. ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മൾ യാത്രയൊക്കെ ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ച് ഡ്രസ്സൊക്കെ കൊണ്ടുപോകുന്ന സമയത്ത് എല്ലാവരും മടക്കിയിട്ടാണല്ലോ ബാഗിൽ വെക്കുക അല്ലേ. പക്ഷേ ബാഗിൽ ഒരു രണ്ടോ മൂന്നോ ഡ്രസ്സൊക്കെ പ്രത്യേകിച്ച് ഇതുപോലുള്ളൊരു ചെറിയ ബാഗൊക്കെ രണ്ടോ മൂന്നോ ഡ്രസ്സൊക്കെ വെക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് നിറഞ്ഞു പോകും. അപ്പോൾ നമുക്ക് എങ്ങനെ ഏതൊക്കെ വിധത്തിൽ നമ്മുടെ ഡ്രസ്സ് എങ്ങനെ മടക്കി വെക്കാമെന്നാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് പറയുകയാണെങ്കിൽ നമ്മൾ ലേഡീസിൻ്റെ ലെഗിൻ തന്നെ തുടങ്ങാം. അപ്പോൾ നമ്മൾ ലെഗിന് തന്നെ തുടങ്ങുകയാണെങ്കിൽ ലെഗിന് സാധാരണ നമ്മൾ ഇതുപോലെ ഒന്ന് ഇങ്ങനെ മടക്കിയിട്ടാണല്ലോ അല്ലേ കൊണ്ടുപോവുക. ഈ ഒരു ലെവലിലായിരിക്കും കൊണ്ടുപോകുക. അപ്പം നമുക്കിത് എങ്ങനെ കുറച്ചും കൂടി സ്ഥലം ഒതുക്കി കിട്ടാൻ വേണ്ടി മടക്കാന്നുള്ളതാണ് ഇന്നത് പറയുന്നത്. ഇപ്പോൾ ലെഗിൻ മാത്രമല്ല കേട്ടോ, നമ്മുടെ ജീൻസും ഒക്കെ ഇതുപോലെ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനായി ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ റോൾ ചെയ്ത് കൊടുക്കുക. നമ്മളിത് സാധനമൊക്കെ വാങ്ങൂലേ, പ്രത്യേകിച്ച് ഷോള് ലെഗിനൊക്കെ വാങ്ങുന്ന സമയത്ത് ഉണ്ടാകുന്ന ആ ഒരു ലെവലിലേക്ക് ഇതുപോലെ നന്നായി ഒന്ന് ടൈറ്റാക്കി നമുക്കിതാ ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതുപോലെ റോൾ ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് റബ്ബർ ബാൻഡ് ഇടാം കേട്ടോ. ജസ്റ്റ് ഒന്ന് റബ്ബർ ബാൻഡ് ഇട്ടതിന് ശേഷം നിങ്ങൾ ഇതുപോലെ റബ്ബർ ബാൻഡ് ഇട്ട് കഴിഞ്ഞാൽ ഇതുപോലെ ഉണ്ടാവും. അപ്പോൾ ഇത് ജസ്റ്റ് ഇതുപോലെ ഒന്ന് കുത്തനെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ബാഗിൽ ഒന്നുകൂടെ ഒന്ന് സ്ഥലം കൂടി കിട്ടും. ഇനി നമ്മുടെ ജീൻസിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ജീൻസിൻ്റെത് പറയുകയാണെങ്കിൽ നമ്മുടെ ജീൻസിൻ്റെ ആ ഒരു കാര്യം പറയുക, ജീൻസ് സാധാരണ രീതിയിൽ ഇതുപോലെ മടക്കിയിട്ടാണ് നമ്മൾ ബാഗിൽ സൂക്ഷിക്കാറല്ലേ. പക്ഷേ ഇത് നമുക്ക് ഒന്നും കൂടി അതായത് ജീൻസിൻ്റെ ആ ഒരു കറക്റ്റ് മടക്ക് നമുക്ക് തെറ്റാതിരിക്കാൻ ചെയ്യേണ്ട ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതിനായതാ ജസ്റ്റ് ഇവിടെ ഒരൊറ്റ ഫോൾഡിങ് ചെയ്യുക. ഇതുപോലെ ഒരു ഫോൾഡിങ് ചെയ്യുക. ഈ രണ്ട് സൈഡിലും ഒരു ചെറിയൊരു ഫോൾഡിങ് നമുക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ ഒരു ഫോൾഡിങ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് നന്നായി ഇതുപോലെ ഒന്നായിട്ട് കയറ്റി വെച്ച് കൊടുക്കുക. അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് ഉള്ളിലേക്ക് കയറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടോ, ജസ്റ്റ് ഒന്നുമില്ല, ഈ ഒരു മടക്കിയ ഭാഗം ഉണ്ടല്ലോ, അതായത് ആദ്യം ഒരു മടക്കുക, പിന്നെ ഈ രണ്ടാമത്തെ മടക്കാണ് ഞാൻ ഇതിൻ്റെ ഉള്ളിലോട്ട് നന്നായിട്ടൊന്ന് കയറ്റി വെച്ച് കൊടുത്തത് കേട്ടോ. ഇതുപോലെ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ജീൻസ് നമ്മളെപ്പോൾ ഇതുപോലെ ഇട്ടാലും തിരിച്ചിട്ടാലും മറിച്ചിട്ടാലും ഒന്നും ജീൻസ് ഒരിക്കലും ആ ഒരു മടക്ക് തെറ്റുകയും ഇല്ല. നിങ്ങൾ ആ ഒരു അയൺ ചെയ്ത ആ ഒരു കറക്റ്റ് ഫീൽ തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇതുപോലെ മടക്കാൻ ശ്രദ്ധിക്കുക. ജസ്റ്റ് അയൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു മടക്ക് തന്നെ മടക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ജീൻസും അതുപോലെ ലെഗിന് ഞാൻ കാണിച്ചു തന്നു. ഷോളും അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ അതേ രീതിയിൽ റൗണ്ട് ചെയ്ത് മടക്കാൻ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ചും നമ്മൾ ലേഡീസിൻ്റെ ഒക്കെ ഷോൾ ഉണ്ടല്ലോ, അത് ഇതുപോലെ മടക്കി ഒരു റബ്ബർ ബാൻഡ് ഇട്ടാൽ കുറച്ചുകൂടെ സ്ഥലം നമുക്ക് കിട്ടും. ഒന്നുകൂടി ഒന്ന് ഒതുങ്ങി കിട്ടാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ജെൻസിൻ്റെ ടീഷർട്ട് അതൊക്കെ ഈ ഒരു ലെവലിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. നന്നായി അയൺ ചെയ്തതിന് ശേഷം റോളാക്കി എടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ റോളാക്കാൻ പറ്റാത്തതെന്ന് പറയുന്നത് നമ്മളെ സാരിയും അതുപോലെ തന്നെ ചുരിദാറിൻ്റെ സെറ്റും ഒക്കെ ആയിരിക്കും. അതുമാത്രം ആ ഒരു നോർമൽ ലെവലിലും വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബാഗിൽ ഒരുപാട് ഒതുങ്ങി കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെ യാത്രയൊക്കെ പോകുന്ന സമയത്ത് ഇതുപോലെ സൂക്ഷിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നുണ്ട്. വീണ്ടും ടിപ്പുമായി നമുക്ക് കാണാം.